ഡോക്ടർ ബിജു, ഇവിടെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിന് മൺചട്ടിയുമായി സമരം ചെയ്ത മറിയക്കുട്ടിയെ പോലെയുള്ളവരെ കണ്ട നാടാണ് നമ്മളുടേത്. അപ്പോൾ ഇത് കാത്തിരിക്കുന്ന നിരവധിയായ മനുഷ്യരുണ്ട്. ഇത് വൈകിയാൽ അവരുടെ നിത്യചെലവ് നടക്കാതെ പോകുന്ന, മരുന്ന് മേടിക്കാനുള്ള കാര്യങ്ങൾ പോലും നടക്കാതെ പോകുന്ന മനുഷ്യരുണ്ട്. അതിനുവേണ്ടി തെരുവിലിറങ്ങേണ്ടി വന്ന മനുഷ്യരുണ്ട്. അവിടെയാണ് ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥർ, അതും ഗസറ്റഡ് ഉദ്യോഗസ്ഥർ റാങ്കിൽ വരെ ഉള്ളവർ ഇങ്ങനെ പണം തട്ടുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇത് ആരും അറിയാതെ, ആരുടെയും സഹായമില്ലാതെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കും എന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ സർക്കാർ തന്നെ കണ്ടെത്തിയതുകൊണ്ട് അതിൽ സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ആകുമോ? എനിക്ക് പറയാവോ? കഴിഞ്ഞു? കേൾക്കാം. ഈ പണം തിരിച്ചടച്ചാൽ പ്രശ്നം അവസാനിപ്പിക്കാം എന്ന് സർക്കാർ പറഞ്ഞത്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ തട്ടിപ്പ്. ഒരു തട്ടിപ്പ് ബാങ്കിൽ നിന്നും കൊള്ളയടിച്ചതിന് ശേഷം ആ പൈസ തിരിച്ചടച്ചാൽ ആ പ്രശ്നം അവസാനിക്കൂ. കേരള ഖജനാവ് കൊള്ളയടിച്ചിട്ട് ആ പണം തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുകയില്ല. എന്റെ ഒരു അനുമാനം, ഇത് പിൻവാതിൽ നിയമനങ്ങളുടെ തുടർച്ചയാണ്. PSC വഴി അപ്പോയിന്റ്മെന്റ് ലഭിച്ചവരല്ല ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നവരിൽ ഭൂരിഭാഗവും. ഇവര് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ പെൻഷൻ മേടിച്ചുകൊണ്ടിരിക്കെ തന്നെ പിൻവാതിൽ വഴി ജോലിയിൽ കയറി 2 ആനുകൂല്യങ്ങൾ ഒരേ സമയം കൈപ്പറ്റുന്നവരാണ്. അല്ല ബിജു, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് താങ്കൾ എങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയില്ല. കാരണം ഇത് ആരൊക്കെയാണ് വാങ്ങി എന്നതുള്ളതിന്റെ പേരോ വിവരങ്ങളോ പുറത്തുവിട്ടിട്ടില്ല സർക്കാർ. അല്ല, പക്ഷെ നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. വളരെ കൂളായിട്ട്, നമുക്ക് വളരെ ന്യായമായിട്ട് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പിന്നെ ക്ഷേമ പെൻഷൻ മേടിക്കണമെങ്കിൽ പഞ്ചായത്ത് ശുപാർശ ചെയ്യണമെങ്കിൽ അത് എന്തായാലും അവിടുത്തെ ഗ്രാമപഞ്ചായത്തും അതുവഴിയുള്ളവരൊക്കെ അറിഞ്ഞിട്ടേ, ഗ്രാമസഭയൊക്കെ അറിഞ്ഞു നടക്കുള്ളൂ. ഈ ക്ഷേമ പെൻഷൻ മേടിച്ചോണ്ടിരിക്കുന്നവൻ സർവീസിൽ പിൻവാതിൽ വഴിയോ PSC വഴിയോ സർവീസിൽ കയറിയതിനു ശേഷം അഫിഡവിറ്റ് കൊടുക്കാതെ ഒളിച്ചു കളിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ രണ്ട് പെൻഷനോ അല്ലെങ്കിൽ 2 ആനുകൂല്യങ്ങൾ അവർ ഒരേ സമയം മേടിക്കുന്നത്. ഇത് ഖജനാവിന്റെ കൊള്ളയാണ്. ഇവിടെ മുമ്പേ പറഞ്ഞ നമ്മുടെ ഇടുക്കിയിലെ ചേർത്തിയെ പറ്റി പറഞ്ഞല്ലോ. അവരെ പോലെയുള്ള പാവങ്ങള് നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ ഭരണ ആനുകൂല്യങ്ങൾ ഇതുപോലെ കൈപ്പറ്റുന്ന ഈ വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ഇത് പിൻവാതിൽ നിയമനങ്ങളുടെ തുടർച്ചയാണ്. PSC വഴി അപ്പോയിന്റ്മെന്റ് നടക്കുകയാണെങ്കിൽ ഒരുപാട് വെരിഫിക്കേഷൻസിന്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഇത് പിൻവാതിൽ നിയമനം. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ പഠിക്കണം. ഇങ്ങനെ പെൻഷൻ മേടിക്കുന്നവര്, സർക്കാർ സർവീസിൽ ഇരുന്നുകൊണ്ട് പെൻഷൻ മേടിക്കുന്നവരില് എത്ര പേര് PSC വഴി അല്ലാതെ ഡയറക്റ്റ് നിയമനങ്ങൾ നേടിയവരാണ് എന്ന് പഠിക്കണം. അപ്പോഴാണ് ഇതിന്റെ യഥാർത്ഥ ഭീകരത, ഈ കൊള്ളയുടെ രൂക്ഷമായ ഒരു വശം ജനത്തിന് മനസ്സിലാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതിപ്പം ഇതിനകത്തെ ഭരണകക്ഷി പിന്നെ സംഘടനകള്, സർവീസ് ജീവനക്കാരുടെ സംഘടനകള്, അവര് പറയുന്നത് പൈസ തിരിച്ചടച്ച് ഈ പ്രശ്നം അവസാനിപ്പിക്കാമെന്നാണ്. നടക്കുകയല്ല. ഞങ്ങൾ ഇത് അങ്ങനെ അവസാനിക്കാൻ പോകുന്ന ഒരു വിഷയമല്ലത്. ശരി, ഖജനാവിന്റെ കൊള്ള എന്നതാണ് ഡോക്ടർ ബിജു സൂചിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം.